സല്യൂട്ട് ഭാരത്. അതായത് 2026 പതിവ് നിയമസഭാ സമ്മേളനം നാളെ മുതൽ കൂടാനിരിക്കെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് നേരെ ഇന്നലെ ഉണ്ടായ ED അന്വേഷണം. അതായത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ സ്വന്തം വസതി, അദ്ദേഹം വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ തുടങ്ങി 12 ഇടങ്ങളിലാണ് ഇന്നലെ ED അന്വേഷണം നടത്തിയത്. അപ്പോൾ നമ്മളൊന്ന് പറയേണ്ടത്, ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചാ വിഷയമാകും എന്ന് നാം കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 35 സീറ്റ് മാത്രമാണ് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സഭയ്ക്കുള്ളിൽ ശരിക്കും വല്ലാത്ത പ്രതിരോധത്തിലേക്കാണ് CPM പോകുന്നത്. രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാൻ 102 UDF അംഗങ്ങൾക്കെതിരെ CPMനുള്ളത് വെറും 35 പേരാണ്. അപ്പോൾ ഈ വിഷയം ചർച്ചയാകുമോ എന്ന് ചോദിക്കുമ്പോൾ ചർച്ചയാകാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, CMRL കമ്പനിയുടെ കരിമണൽ കർത്തയുടെ അദ്ദേഹം കാശ് കൈമാറിയ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡയറിയിലുള്ള പേരുകളിൽ ഇന്ന് ഭരണപക്ഷത്തെ 2-3 മന്ത്രിമാരുടെ പേരുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ അവിടെ ചർച്ചയാവും? ഏതായാലും നമുക്ക് തിരികെ ഇന്നലെ ഉണ്ടായ അന്വേഷണത്തിലേക്ക് പോകാം. ഇന്നലെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ മുൻ മുഖ്യമന്ത്രി, ഞാനിവിടെ മുൻ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഇന്നലെ സംസാരിക്കുമ്പോഴും ഇപ്പോഴും അവരുടെ നാവിൻ തുമ്പത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെയാണ്, മുൻ മുഖ്യമന്ത്രി അല്ല. അപ്പോൾ ഇങ്ങനെ CPMൻ്റെ തലമുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ തുടങ്ങി 12 ഇടങ്ങളിലാണ് ഇന്നലെ ED ഈ പറയുന്ന രീതിയിൽ അന്വേഷണം ആയിട്ട് ഇറങ്ങിയത്. ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകൾ, മുഖ്യമന്ത്രിയുടെ മകൾ, അനധികൃതമായി CMRL കമ്പനിയിൽ നിന്ന് അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് എത്രയെങ്കിലും കോടി രൂപ ചെയ്യാത്ത പണിക്ക് കൂലിയായി വാങ്ങി എന്നാണ് പറയുന്നത്. ഇങ്ങനെ CPMൻ്റെ തലമുതിർന്ന അംഗവും പോളിറ്റ് ബ്യൂറോയിലെ നേതാവും, ഇന്ത്യ ഒട്ടുക്കറിയപ്പെടുന്ന നേതാവുമായ പിണറായി വിജയനെതിരെ ഇങ്ങനെ ED അന്വേഷണം അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലും പിന്നെ കൂടാതെ 12 ഇടങ്ങളിലും നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാർ ഇന്നലെ പ്രതിരോധവുമായി വന്നു. ഈ സ്വന്തം പാർട്ടിക്കാർ തിരുവനന്തപുരത്ത് മാത്രമല്ല, പിണറായിയിൽ പാണ്ഡ്യാലയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലും ഉണ്ടായി. അവിടെ ആ വസതിയിലും ഇന്നലെ ഈ പറയുന്ന രീതിയിൽ അന്വേഷണം ആരംഭിക്കുന്നത്. രാവിലെ 6:30 മണിക്ക് ആരംഭിക്കുന്ന അന്വേഷണമാണ്. രാവിലെ 6:30 മണിക്ക് ആരംഭിക്കുന്ന അന്വേഷണം ഏതാണ്ട് 8 മണിക്കൂറിന് ശേഷമാണ് ED അന്വേഷണ സംഘം ഈ പറയുന്ന പാണ്ഡ്യാലയിലെ വീട് മുതൽ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് അദ്ദേഹം താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്ന് വരെ ഈ അന്വേഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അന്വേഷണം നടക്കുന്ന അവസരമെന്ന് പറയുന്നത് 35 സീറ്റ് മാത്രം വാങ്ങി ഈ പറയുന്ന LDF മുന്നണി, അതിൽ ഏതാണ്ട് 20-അടുത്ത് മാത്രമേ ഉള്ളൂ CPMന് സീറ്റ്. ഇത് പാർട്ടിക്കകത്തും പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് താഴെ ഘടകം മുതൽ ഇങ്ങ് ഏറ്റവും സംസ്ഥാന ഘടകം വരെ പോളിറ്റ് ബ്യൂറോയിൽ വരെ ചർച്ചയായിരിക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട് തോറ്റു? ശ്രീനിവാസൻ്റെ സന്ദേശം സിനിമയിൽ എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് ഒരു വിശകലനം, എന്താണ് സഖാവേ പറയൂ, എന്തുകൊണ്ട് തോറ്റു, പച്ചയ്ക്ക് പറയൂ എന്ന ഒരു ചോദ്യം ചോദിക്കുന്ന പോലെ പാർട്ടിക്കകത്ത് തലങ്ങും വിലങ്ങും പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും ഇത്തരത്തിൽ വിമർശനമുണ്ടായിരിക്കുന്ന അവസരത്തിലാണ് ED അന്വേഷണവുമായി വരുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് വീണ്ടും അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുണ്ട് പാർട്ടി അണികൾക്ക്, പാർട്ടി അംഗങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാണ്ഡ്യാലം മുതൽ തിരുവനന്തപുരം വരെ 12 ഇടങ്ങളിൽ അന്വേഷണം നടക്കുമ്പോൾ അണികൾക്കിടയിൽ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ആ ശക്തി വീണ്ടും തെളിയുകയാണോ എന്നൊരു സംശയം ഇവിടെ സാധാരണഗതിയിൽ നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഈ പറയുന്ന ED ഉദ്യോഗസ്ഥർ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറയുന്നത് എന്താണെന്നല്ലേ? അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ED അന്വേഷണം നടത്തുന്നത് BJP കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ്. എന്നാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണെങ്കിൽ തന്നെയും
ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെയും ഈ ഇന്ത്യ ഒട്ടുക്ക് അറിയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ തിരുവനന്തപുരത്തെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അന്വേഷണം 12 ഇടങ്ങളിൽ ഒരേ സമയത്ത് നടക്കുക. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിൽ ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനം, അണികൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ സമയം വരെ ഞങ്ങൾ നൽകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ സംസാരിക്കാൻ സമയം കൊടുത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. പാർട്ടി കമ്മിറ്റിക്കകത്ത് ഇതുവരെ പാർട്ടിയിലെ ഒരംഗത്തിന് സംസാരിക്കാം, അവിടെ ഇരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറയാനുള്ളത് പറയണ്ട, തീർന്ന്, അജണ്ട ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ആ സ്ഥാനത്ത് ഇപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ എടുത്ത് മേച്ച് കൂട്ടത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് BJP സർക്കാർ തന്നെ പിണറായിക്കൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഈ അന്വേഷണം ആരംഭിച്ച് ഈ പറയുന്ന സംഘം അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീടായ കോഴിക്കോട്ട് മുഹമ്മദ് റിയാസ് മരുമകൻ, ഇപ്പോൾ അദ്ദേഹം MLA ആണ്, ബേപ്പൂർ MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ അന്വേഷണം പോയി. ഇങ്ങനെ 12 ഇടങ്ങളിൽ അന്വേഷണം നടത്തി 8 മണിക്കൂറാണ്. ഈ 8 മണിക്കൂർ അന്വേഷണത്തിൽ അവരുടെ ചോദ്യമുനയിൽ അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹത്തിനെയും ഒക്കെ നിർത്തി പൊരിക്കുന്ന അവസരത്തിൽ തിരുവനന്തപുരത്ത് കുറേ നാളായി കേട്ടോ, തിരുവനന്തപുരത്തെ തലപ്പൊക്കമുള്ള നേതാക്കളൊക്കെ ഒരുമിച്ചിരുന്ന് നിരത്തിൽ അങ്ങനെ ഇരുന്ന് നമ്മൾ കണ്ടിട്ട്, കൂട്ടത്തിൽ നമ്മളെ ആര്യ രാജേന്ദ്രനും വന്നിരിപ്പുണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രൻ പഴയ മേയറൂട്ടിയെ സഖാക്കളൊക്കെ പറഞ്ഞിരുന്ന അവിടുത്തെ തിരുവനന്തപുരത്തെ പിന്നെ സഖാക്കൾ, CPM സഖാക്കളുടെ ഇടയിലെ ചെല്ലക്കുട്ടിയുടെ ഭർത്താവും വന്നിരിപ്പുണ്ടായിരുന്നു. ഏതായാലും അണികളോട് ഇങ്ങനെ അദ്ദേഹത്തിന് അകത്ത് ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അണികൾ അവിടെ പുറത്തങ്ങ് വീർപ്പ് മുട്ടുകയാണ്. ആരാടാ അവിടെ ഞങ്ങളുടെ നേതാവിനെ ചോദ്യം ചെയ്യും? ഇത് കണ്ട് അദ്ദേഹത്തിന് അങ്ങ് ഭയങ്കര സന്തോഷമായി. കാര്യം 12 ഇടങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ അന്വേഷണം നടക്കുക മാത്രമല്ല, ഡൽഹിയിൽ സഖാവ് ബേബി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇന്നലെ ഡൽഹിയിൽ അവിടെ സഖാക്കൾ സമരം ചെയ്തു. സഖാക്കളുടെ സമരം അവിടെ ഡൽഹിയിൽ അരങ്ങേറി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സജി ചെറിയാൻ, കുന്തവും കുടച്ചക്രവും, അദ്ദേഹം ഇന്നലെ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നടത്തി. അപ്പോൾ എല്ലാവരും ബോധിപ്പിച്ചു, അല്ലയോ നേതാവേ, ഞങ്ങളെല്ലാം അങ്ങയോടൊപ്പം തന്നെയാണ് ഇപ്പോഴും എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്നലെ ഈ ചോദ്യം ചെയ്യലിന് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് തലപ്പൊക്കമുള്ള നേതാക്കളായിട്ടുള്ള മുൻ മന്ത്രിമാർ തുടങ്ങി പലരും പുറത്തിരുന്ന് സമരത്തിന് ഇതിപ്പോൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമോ, പാർട്ടി സെക്രട്ടറി വരെ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 8 മണിക്കൂറിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ സഖാക്കളോട് നന്ദി പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ സഖാക്കൾ നൽകിയ പിന്തുണയിൽ അദ്ദേഹത്തിന് ഭയങ്കര നന്ദിയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ പറയുന്ന രീതിയിൽ അദ്ദേഹം സഖാക്കളോട് നന്ദി പറഞ്ഞ് കഴിയുന്നതും, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം, നമുക്കൊരുമിച്ച് നിൽക്കാം എന്നൊരു ആഹ്വാനവും കൂടെ കൊടുത്ത് കഴിഞ്ഞതിൻ്റെ പിറകെയാണ് സഖാക്കൾ അങ്ങോട്ട് ഈ ആഹ്വാനം, അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ആഹ്വാനവും കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹം കൂടുതൽ അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്. ഈ പ്രകടിപ്പിക്കൽ നിരത്തിൽ ഈ പറയുന്ന ED ഉദ്യോഗസ്ഥരുടെ വാഹനം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല്ലടാ കൊല്ലടാ എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് അങ്ങ് ഇറങ്ങിയത്. ഈ തല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പും അതുകൂടെ നമുക്കിവിടെ ഒന്നുകൂടെ പറയണം. അതായത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇന്നലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിന് വന്ന സമയത്ത് എന്തുകൊണ്ട് പിണറായിയെ ED ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് പറയാനറിയാം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നരേന്ദ്രമോദിയെയോ BJP സർക്കാരിനെയോ അദ്ദേഹം ഒരു വാക്കും എതിർത്ത് സംസാരിച്ചില്ല. അത് നമ്മൾ എടുത്തു പറയണം. അപ്പോൾ അതാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞത്. ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴും ആഭിമുഖ്യമുള്ളത് ആരോടാണ്? നരേന്ദ്രമോദിയോടാണ്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം ഇത്രയും ED അന്വേഷണം നടക്കുമ്പോഴും നിതിൻ ഗഡ്കരി എന്നൊരു കേന്ദ്രമന്ത്രി കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായുണ്ട്. അപ്പോൾ പിന്നെ എന്ത് പേടിക്കണം എന്നാണ് രാഷ്ട്രീയ വിരോധികൾ ചോദിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ നിരത്തിലെ സഖാക്കളുടെ പ്രകടനത്തിലേക്ക് പോകാം. സഖാക്കൾ ഇങ്ങനെ പ്രകടനം നടത്തി. സഖാക്കളുടെ പ്രകടനം എന്തായി? പാവം പിടിച്ച ഉദ്യോഗസ്ഥർ ആരൊക്കെയോ നിർദ്ദേശിച്ചിട്ടാണ്, മേൽത്തട്ടിൻ്റെ നിർദ്ദേശമാണ് ഇവിടെ വന്ന് ഈ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിട്ട് പാവങ്ങൾ പോയത്. വഴിയിലിട്ട് അവരുടെ വണ്ടിക്ക് ചുടുകെട്ട എറിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ 300ഓളം പേരാണ് ആക്രമണം നടത്തിയ. കണ്ട വീഡിയോ ദൃശ്യങ്ങളും പത്രത്താളുകളിൽ വന്ന ചിത്രങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ 300-400 കൂടുതൽ ആൾക്കാരെങ്കിലും ഉണ്ടാവും പറയുന്ന വന്ന ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. എന്നിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ നേരെ പോയത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്നു, തല്ലടാ കൊല്ലടാ എന്ന് ആക്രോശിച്ചു എന്നാണ് അവർ പറഞ്ഞത്.
ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഏതാണ്ട് ഒരു വെളിപ്പാടകലെ മാത്രമാണ് ഇവരുടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസുള്ളത്. ഈ ആക്രമികൾ ഓടുന്നതിൻ്റെ പിറകെ എയർ ക്യാമ്പിലെ വളരെ ചുരുക്കം കുറച്ച് പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സർക്കാരിൻ്റെ പോലീസിന് പറ്റിയ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് എടുത്തു പറയേണ്ടത്. അതായത് 10 വർഷം ഇവിടെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ബഹുമാനപ്പെട്ട എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട എന്ന് അദ്ദേഹത്തെ പറയണമെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരുന്നത്. ആരാ? പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അദ്ദേഹം പറയും, അനുസരിക്കും. അതുപോലെ കേട്ടിരുന്ന പോലീസുകാർക്ക് ഒരു വേള എന്ത് ചെയ്യണം, ആ ഒരു ഹാങ് ഓവർ അവർക്ക് വിട്ടു മാറിയിട്ടില്ല. അപ്പോൾ ഈ ആക്രമണവും വണ്ടി തല്ലിപ്പൊളിക്കുകയും ഉദ്യോഗസ്ഥർ തലടാ കൊലടാ എന്നൊക്കെ പറഞ്ഞവരെല്ലാം കൂടെ ഓടി നേരെ കയറിയത് പാളയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കായിരുന്നു. ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറുമ്പോൾ ഈ പറയുന്ന പോലീസുകാർ, ചെറുപ്പക്കാരായ പോലീസുകാർ പിറകെ ഓടി ഈ പറയുന്ന തെമ്മാടികളെ പിടിക്കാനായി. അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജോയി പറഞ്ഞ് എന്തെന്നറിയോ? ജോയി പറഞ്ഞത് അത് പിണറായി വിജയൻ്റെ ആരാധകരാണ് ഈ പറയുന്ന രീതിയിൽ വണ്ടി അവരുടെ വാഹനം തല്ലി തകർത്തത് ആരാധകരാണെന്ന്. എങ്കിൽ നമുക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഈ ആരാധകരെ എന്തിന് നിങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിക്കണം? എന്തിനാണ് അങ്ങനെ ആരാധകരെ ഒളിപ്പിക്കുന്നത്? ആരാധകരെ ഒളിപ്പിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ച. പോലീസുകാരുടെ കാര്യത്തിൽ പോലീസിലെ വീഴ്ചയെക്കുറിച്ചൊന്നും പറയണ്ട. എന്നിട്ട് അവസാനം ഒന്ന് ഇറക്കി വിടണം എന്ന് പോലീസും, ഇല്ല പാർട്ടി ഓഫീസിലേക്ക് ആരാധകരെ പിടിക്കാൻ കയറ്റിവിടില്ല എന്ന് നേതാക്കളും. ഏതായാലും ആരാധകരെ കുറേ സമയം ഓഫീസിനകത്ത്, ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് ഇരുത്തിയതിന് ശേഷം അതാ കുറേ സമയം കഴിയുമ്പോൾ ഒരു വേള ഇവിടുത്തെ തിരുവനന്തപുരത്തെ കമ്മീഷണറായിരുന്ന എച്ച് വെങ്കടേഷ് എന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇതാ വരുന്നു. അദ്ദേഹം ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഇതാ വരുന്നു. അദ്ദേഹം വന്നിട്ട് പിന്നെ മുൻ മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ MLA ജോയി, അതായത് അദ്ദേഹം മുൻ പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പോൾ ഏതായാലും ചർച്ചകൾ അനുദിനം നീണ്ടുപോയി. ഏതായാലും ആരാധകരെ ഒടുവിൽ കമ്മിറ്റി ഓഫീസിൽ നിന്നൊരു 5 പേരെ ഒരുവിധം ഇങ്ങനെ പുറത്തിറക്കി വിട്ടു. ഇപ്പം നിലവിൽ 300 പേരടങ്ങുന്ന ഒരു സംഘം തലടാ കൊലടാ എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇത്തരത്തിൽ പെരുമാറിയിട്ട് പിടിച്ചത് വെറും 8 പേരെയാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? അതായത് ആഭ്യന്തര വകുപ്പിലെ 10 കൊല്ലം ഭരിച്ച ആ പറയുന്ന ഈ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തികളായിരുന്ന പോലീസുകാർക്ക് ഇപ്പോഴും അങ്ങ് ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല. ആ ഹാങ് ഓവർ വിട്ടുമാറാതെ എങ്ങനെയാണ് ഈ സഖാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുക? ഏതായാലും 8 പേരെ എങ്ങനെയൊക്കെയോ വളഞ്ഞിട്ട് പിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നാളെ സഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഇത് പശ്ചിമ ബംഗാളല്ല, ഇത് എവിടെയാണ്? ഇത് കേരളമാണ്, കൊച്ചു കേരളം. ഈ കേരളത്തിൽ ഇങ്ങനെ ED ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ വന്ന ED ഉദ്യോഗസ്ഥർക്കെതിരെ ഈ പറയുന്ന രീതിയിൽ അന്യായം ഉണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് ചുമ്മാ ഇരിക്കാൻ കഴിയും. പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിൽ മമതയുടെ സർക്കാർ ഇരുന്ന സമയത്ത് കാട്ടിയിരുന്നു. അവിടെ എന്താ ഉണ്ടായത്? ഇപ്പോൾ മമതയുടെ സർക്കാരിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന തെമ്മാടികളൊക്കെ വെള്ളം കുടിക്കുകയാണ്. അപ്പം നിലവിൽ ആരാധക കൂട്ടത്തിനെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചിട്ട് ഇപ്പം ഗതികെട്ട് ഇറക്കി വിട്ട് ഒരു 5 എണ്ണത്തിനെ എങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിന് വേണ്ടി പോലീസ് വല വീശിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ പറയുന്ന DGP വിളിച്ചിരിക്കുന്നു, റവാഡ ചന്ദ്രശേഖരനെ വിളിച്ചിരിക്കുന്നു. എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഹാങ് ഓവർ മാറാത്ത പോലീസ് ഇനി എന്ത് ചെയ്യും? ഏതൊക്കെ സഖാക്കളെ പിടിക്കണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്താൻ ഇനിയും കുറച്ചുകൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഈ കുട്ടി സഖാക്കൾ അല്ലെങ്കിൽ ആരാധക കൂട്ടം കയറി ഒളിച്ചു, പോലീസ് തപ്പി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി സഖാക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, ഏതായാലും കേന്ദ്രം ഈ പറയുന്ന ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള അന്വേഷണത്തിന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഗവർണർ DGP വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നവരല്ല, കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് ഈ വാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പിള്ളേരോട് പ്രായത്തിൽ ഇത്തിരി മുതിർന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്, ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നാൽ പോലും ആ പാസ്പോർട്ട് പോലും കിട്ടാനായിട്ട്, ഒരു തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ പറയുന്ന പൊന്നുമക്കളെ നിങ്ങൾ മൂക്കിട്ട് ഇറ വരയ്ക്കേണ്ടി വരും. കാര്യം കേന്ദ്രത്തിനെതിരെയാണ് ഈ കളി കളിച്ചിരിക്കുന്നത്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയണ പരിപാടിയാണ് കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർത്താൽ നല്ലത്, ഇത് കളി കേന്ദ്രത്തോടാണ് പോയിരിക്കുന്നത്. കേരളത്തിനെ ഇതിൽ ഒരു ചുക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ കുറേ ഇത്തരം പ്രവൃത്തികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇച്ചിരി പ്രായത്തിൽ മൂത്തതായതുകൊണ്ട്
പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ.